കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ഈശോയുടെ വളർത്തുപിതാവുമായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. എല്ലാ ജോസഫ് നാമധാരികൾക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. സാധാരണയായി വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുക നീതിമാനായിരുന്നു, നിശബ്ദനായിരുന്നു, സ്വപ്നം കാണുന്നവൻ എന്നൊക്കെയാണ്. വിശുദ്ധ യൗസേപ്പ് തിരുസഭയുടെ പാലകനും തിരുക്കുടുംബത്തിൻ്റെയും എല്ലാ കുടുംബങ്ങളുടെയും സംരക്ഷകനുമാണ്. വിശുദ്ധ യൗസേപ്പ് ഇത്രമാത്രം അറിയപ്പെടാനിടയായത് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥയിലെ സാക്ഷ്യങ്ങളാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നു: ചോദിച്ചിട്ട് യാതൊന്നും കിട്ടാത്തതായി ഓർക്കുന്നില്ല. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നമ്മുടെ ആവശ്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചാൽ അത് ലഭിക്കുമെന്ന് തീർച്ചയാണ്. ബൈബിളിൽ 2 ജോസഫുമാരെ നാം കാണുന്നു. ഒന്ന് പഴയ നിയമത്തിലും മറ്റൊന്ന് പുതിയ നിയമത്തിലും. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം 55 വാക്യത്തിൽ നാം വായിക്കുന്നു: ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. പുതിയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചും വിശുദ്ധരും സഭാപിതാക്കന്മാരും പറയുന്നത് ഇതുതന്നെയാണ്: നിങ്ങൾ ജോസഫിൻ്റെ പക്കലേക്ക് പോകുവിൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ അപ്പന്മാരെ മറക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു നല്ല അപ്പൻ എങ്ങനെയാകണമെന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ഒന്നാമതായി, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ തളരാതെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുക. ദൈവവുമായി ആഴമായ ഒരു ബന്ധമുണ്ടാക്കുക. രണ്ടാമതായി, വിശ്വസ്തനായ സ്നേഹമുള്ള ഒരു പിതാവായി മാറുക. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ഒരാൾ പിതാവാകുന്നില്ല, മറിച്ച് ആ കുഞ്ഞിൻ്റെ വളർച്ചയിലും രൂപീകരണത്തിലും പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ പിതാവാകുന്നത്. മൂന്നാമതായി, ഒരു നല്ല അധ്യാപകനാവുക. അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ മൂല്യവും മാഹാത്മ്യവും എന്താണെന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളെ വിശ്വാസ ജീവിതത്തിൽ വളർത്താൻ ഓരോ പിതാവിനും ഉത്തരവാദിത്തമുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസ കാര്യങ്ങളിൽ മക്കളുടെ പ്രഥമ അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. മക്കളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല അധ്യാപകനായിരിക്കണം ഓരോ പിതാവും. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്മാരെ നമുക്ക് ഓർക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ് കാണിച്ചു തന്ന ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഓരോ ദിവസവും വിശുദ്ധി നിറഞ്ഞ അപ്പന്മാരായിട്ട് ജീവിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.